Good morning, students. ഞാൻ ഇന്ന് നമ്മുടെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ അടുത്ത 3 മെത്തേഡുകളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മെത്തേഡ് 3, 4, 5. മെത്തേഡ് 3, 4, 5 ആദ്യം എന്താണെന്നൊന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ 2 മെത്തേഡുകൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? അനലിറ്റിക് ഫങ്ഷൻസിനെ ആൻറ്റി ഡെറിവേറ്റീവ് ഉള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉള്ള ഫങ്ഷൻസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ആണ്. പിന്നെയോ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എൻ പോയിന്റ്സിൻ്റെ പാത്തിൻ്റെ എൻ പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഴുതിയിട്ട് ആ എൻ പോയിന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് അനലിറ്റിക് ആൻറ്റി ഡെറിവേറ്റീവ് ഉള്ള ഫങ്ഷൻസ് അല്ലായിരുന്നു അല്ലേ. അങ്ങനെ അല്ലാത്ത ഫങ്ഷൻസ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരം നമ്മൾ പാരാമീറ്ററൈസേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ കർവ്സിനെ പാരാമീറ്ററൈസ് ചെയ്തിട്ട് ആണ് നമ്മൾ ആ മെത്തേഡിൽ പ്രോബ്ലം ചെയ്തത്. മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത് ഇതാണ്. നമ്മുടെ ഫങ്ഷൻ അനലിറ്റിക് ആണ് എന്ന് വിചാരിക്കാം. ഒരു കർവ് സീൻ്റെ ഉള്ളിലും അതുമേലും എല്ലായിടത്തും, അതായത് ഇൻസൈഡ് ആൻഡ് ഓൺ സി എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ എഫ് ഓഫ് ഇസഡിന്റെ ഇന്റഗ്രൽ ഓവർ സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമാണ് അനലിറ്റിക് അല്ലാത്ത വരണേന്ന് വിചാരിക്കാം. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഫങ്ഷൻ ഇങ്ങനെയാണ്. ഒരു അനലിറ്റിക് ഫങ്ഷൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു ഇസഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ളൊരു ടേം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ടേംസ് ഉള്ള ഫങ്ഷൻസ് ആണ് അടുത്ത 2 മെത്തേഡ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന അനലിറ്റിക് ആണ്, പക്ഷെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് സെഡ് നോട്ട്. നമ്മൾ ഇന്റഗ്രൻറ്റിലേക്ക് നോക്കുമ്പോൾ ഇന്റഗ്രൻ്റ് ആയിട്ട് വരുന്ന ഫങ്ഷൻ ത്രൂ ഔട്ട് സിന്റെ പുറത്തും ഓൺ ഇൻസൈഡ് ആൻഡ് ഓൺ സി അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഇന്റഗ്രൻ്റ് അല്ല. പിന്നെയോ ഒരു പോയിന്റിൽ ഇസഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഈ ഫങ്ഷൻ നിങ്ങൾ നോക്കിയാൽ ഈ ഫങ്ഷൻ ഇസഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ അനലിറ്റിക് അല്ല. ഇസഡ് നോട്ട് എന്നുള്ള പോയിന്റ് ഈ കർവ് സീന്റെ ഉള്ളിലുള്ള പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഇസഡ് നോട്ട് ഇസ് എ പോയിന്റ് which is enclosed by the curve C. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് സെഡ് നോട്ടിന്റെ ഇന്റഗ്രൽ ഓവർ ദ കർവ് സി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് പോയിന്റിലാണ് അനലിറ്റിക് അല്ലാത്തതെന്നും ആ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇസഡ് മൈനസ് ദാറ്റ് പോയിന്റ്, ഇസഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള പോയിന്റാണ് അനലിറ്റിക് അല്ലാത്തതെങ്കിൽ ഇസഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി ബാക്കിയുള്ള ഇന്റഗ്രൻറ്റിൽ ബാക്കിയുള്ള ടേംസ് ഒക്കെ ന്യൂമറേറ്ററിൽ എഴുതി ആ ന്യൂമറേറ്ററിനെ നമ്മളിവിടെ എഫ് ഓഫ് ഇസഡ് ആയിട്ട് എടുക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഈ ഡിനോമിനേറ്ററിൽ ഒരു ഇസഡ് മൈനസ് സെഡ് നോട്ടിന്റെ പവർ 1 ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. പവർ 2ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയുടെ നെക്സ്റ്റ് കേസ് എടുക്കാം. 2ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ആണെങ്കിൽ എങ്കിലും നമുക്ക് ഈ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ഇസഡ് നോട്ട്, function value at z naught and the value of the derivatives of f at z naught വെച്ചിട്ട് you can evaluate this integral. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi by n factorial into nth derivative of f evaluated at z naught ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 3 മെത്തേഡ്സ് 3, 4, 5 പറയണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കർവ് സി എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കും, യൂണിറ്റ് സർക്കിൾ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇത് എൻറ്റയർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഇസഡ് സ്ക്വയറിനെ ഈ കർവ് സിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 0 കിട്ടും ബൈ കോഷീസ് ഇന്റഗ്രൽ തിയറം അല്ലെങ്കിൽ കോഷി-കോസെറ്റ്
തിയറം. ഓക്കെ, ഇനി ഇന്റഗ്രൽ ഓവർ സി വേറെ ഏതെങ്കിലും വേറെ ഏത് അനലിറ്റിക് ഫംഗ്ഷൻ എൻ്റെ ഫംഗ്ഷൻസ് എടുത്താലും സൈൻ ഇസെഡ് എന്നോ കോസ് ഇസെഡ് എന്നോ ഇസെഡ് ക്യൂബ് എന്നോ ഇസെഡ് റേസ് ടു എന്നോ ഈ റേസ് ടു ഇസെഡ് എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? ഇന്റഗ്രലിന്റെ വാല്യൂ 0 തന്നെയാണ് കിട്ടുക ബൈ മെത്തേഡ് 3 അല്ലെങ്കിൽ കോഷി-കോർസാറ്റ് തിയറം. അതിന് പകരം സപ്പോസ് എനിക്ക് ഇസെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ z-1. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്നതെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനല്ലെങ്കിൽ നമ്മൾ നോക്കുക, ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത ഒരു പോയിന്റ് ഉണ്ട്, അത് z=1 എന്നുള്ള പോയിന്റ് ആണ് അല്ലേ? z-1 = 0 ആവുന്ന പോയിന്റിൽ, അതായത് z=1 എന്നുള്ള പോയിന്റ്, ആ z=1 എന്നുള്ള പോയിന്റ് ഈ കേർവ് മേലാണ്. സേ ഫോർ എക്സാമ്പിൾ ഈ 1ന് പകരം 2 ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? 2 ആയിരുന്നെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ അനലിറ്റിക് അല്ലാത്ത പോയിന്റ് z=2 ആണ്. z=2 എന്ന് പറയുന്ന പോയിന്റ് ഞാനിപ്പോ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് നീക്കി വരക്കാം. ഇവിടെ ആയിരിക്കും z=2 എന്നുള്ള പോയിന്റ് ഇവിടെയാണ്, കാരണം ഇതാണ് z=1 അല്ലേ? z=2 എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേർവിന്റെ പുറത്താണ് ഈ പോയിന്റ്. z=2 എന്നുള്ള പോയിന്റ് കേർവിന്റെ പുറത്താണ്. അപ്പൊ ഈ z²/z-2 എന്നുള്ള ഇന്റഗ്രന്റ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ z²/z-2 എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾ നോക്കിയാൽ ഈ കേർവ് സിയിൽ അനാലിറ്റിക് ആണോ? അനാലിറ്റിക് ആണ്. കേർവ് സിന്റെ ഉള്ളിലൊക്കെ അനാലിറ്റിക് ആണോ? അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും? ഇന്റഗ്രലിന്റെ വാല്യൂ 0 തന്നെയായിരിക്കും ബൈ കോഷീസ് ഇന്റഗ്രൽ തിയറം അല്ലെങ്കിൽ കോഷി-കോർസാറ്റ് തിയറം വെച്ചിട്ട് ഈ ഇന്റഗ്രന്റ് f(z) = z²/z-2 ഈ കേർവിന്റെ ഉള്ളിലും അതിന്റെ അതുമേലും അനലിറ്റിക് ആണ്, സിംഗുലർ പോയിന്റ്സ് ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് വരും? ഇന്റഗ്രലിന്റെ വാല്യൂ 0 വരും. അതേസമയം ഈ നേരത്തെ പറഞ്ഞ പോലെ z² ഡിവൈഡഡ് ബൈ z-1 എന്നായിരുന്നെങ്കിൽ, ഓക്കെ, z² ഡിവൈഡഡ് ബൈ z-1 എന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് സോറി ട്ടാ, ഇങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ പറയാം ഈ ഇന്റഗ്രന്റ് ഫംഗ്ഷൻ z²/z-1 അതിൽ z-1 = 0 ആവുന്ന പോയിന്റ്, അതായത് z=1 ആവുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അല്ലെ? ഇറ്റ്സ് എ പ്രോബ്ലം ക്രിയേറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ അതൊരു സിംഗുലർ പോയിന്റ് ആണ്. അനലിറ്റിക് അല്ലാത്ത പോയിന്റിനാണ് സിംഗുലർ പോയിന്റ് എന്ന് പറയാം. സിംഗുലർ പോയിന്റ് ആണ്. ആ സിംഗുലർ പോയിന്റ് എവിടെയാന്ന് നോക്കിയാൽ കേർവ് മേലാണ്. കേർവിന്റെ പുറത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കേർവിന്റെ പുറത്ത്, കേർവ് മേലോ അല്ലെങ്കിൽ കേർവിന്റെ ഉള്ളിലോ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ? അപ്പോ എന്ത് പറ്റും? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കോഷി-കോർസാറ്റ് തിയറം വെച്ചിട്ട് എനിക്ക് ഇത് 0 ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഈ ഫംഗ്ഷൻ ഇന്റഗ്രന്റ് ത്രൂ ഔട്ട് ദാറ്റ് ഇൻസൈഡ് ആൻഡ് ഓൺ സി അനലിറ്റിക് അല്ല. ഓൺ സി ദർ ഇസ് എ സിംഗുലർ പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ പറയണേ? f(z/z-z0) എന്നുള്ള ഒരു ഫോമാറ്റിലാണ് ഈ ഫംഗ്ഷൻ അല്ലെ, ഈ ഇന്റഗ്രന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് f(z) ആയിട്ട് z² എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഓഫ് ദ ഫോം ഇന്റഗ്രൽ ഓവർ സി f(z) ഡിവൈഡഡ് ബൈ z-z0, where z0 is z0 is z0 is 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു, ബൈ ദാറ്റ് തിയറം, ദിസ് ഇസ് ഈക്വൽ ടു 2πi into f of z0, 2πi into f of z0. So you will get 2πi into f of z0 എന്താണ്? f of z z² ആണ്. z0 എന്താണ്? 1 ആണ്. അപ്പോൾ f of z0 എന്താണ്? 1² ആണ്, 1 ആണ്. So you can write f of z0 എന്നുള്ളതിന് വരെ എന്ന് എഴുതാം, 1 എന്ന് എഴുതാം. That is 2πi എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? ഓക്കെ.
ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെ ഇന്റഗ്രൽ ഓവർ സി ഇസെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഇസെഡ് മൈനസ് 1 ഇതും സിംഗുലർ പോയിന്റ് 1 തന്നെയാണ് അല്ലേ. അവിടെ പക്ഷെ അവിടെ മൾട്ടിപ്ലിസിറ്റി 2 ഉണ്ട്. 1 തന്നെ 2 പ്രാവശ്യം അല്ലേ ഈ ഡിനോമിനേറ്ററിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അഞ്ചാമത്തെ മെത്തേഡ് വെച്ചിട്ട് എനിക്ക് എന്തെന്ന് എഴുതാം, 2πi/n ഫാക്ടോറിയൽ ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇവാലുവേറ്റഡ് അറ്റ് z0. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, n+1 ആണ് എന്ത് നമ്മുടെ 2 എന്ന് പറയുന്നത്. അപ്പോൾ n എന്താണ്, n=1 അല്ലേ. ഡിനോമിനേറ്ററിൽ z മൈനസ് z0 റേസ് ടു n+1, z0 ആണ് ഇവിടെ 1 ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ത് കണ്ടുപിടിക്കണം, ദിസ് ഇസ് ഈക്വൽ ടു 2πi ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. nth ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് z0 എന്ന് പറഞ്ഞാൽ 1. അതായത് എഫ് ഡാഷ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് ഇസെഡ് എന്താണ്, ഇസെഡ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസെഡ് എന്താണ്, 2z ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 എന്താണ്, 2 അല്ലേ. So you can write this is equal to 2πi divided by 1 factorial into f dash of 1 is 2. That is you will get 4πi naught. Okay. ഇത് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്, ചില പോയിന്റ് അകത്തും ചില പോയിന്റ് പുറത്ത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടി വരും. അതുപോലെ തന്നെ രണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഫംഗ്ഷനിൽ തന്നെ നമുക്ക് ചിലപ്പം 2 ഡിഫറെൻറ്റ് സിംഗുലർ പോയിന്റ്സ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ z-1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു അല്ലെങ്കിൽ z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z-1 ഇങ്ങനെയൊക്കെ വരുന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സിംഗുലർ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z=0 ഒരു സിംഗുലർ പോയിന്റ് ആണ്, z=1 ഒരു സിംഗുലർ പോയിന്റ് ആണ്. മനസ്സിലായോ? ഈ 2 പോയിന്റും ഈ കേർവിന്റെ ഉള്ളിലുള്ള തന്നെ പോയിന്റാണ്. അതേസമയം ഇപ്പൊ ഞാൻ z+1 ഡിവൈഡഡ് ബൈ z-2 ഇൻറ്റു z-1 എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? അപ്പോൾ ഒരു പോയിന്റ് സിംഗുലർ പോയിന്റ് z=2 ആണ്, അത് പുറത്താണല്ലോ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ഈ ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഫ് ഓഫ് ഇസഡ് ആയിട്ട് എടുക്കണം. മനസ്സിലായി? അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വന്നത് നമുക്ക് എന്താ, അതിന് ഉചിതമായിട്ട് നമ്മൾ എഫ് ഓഫ് ഇസഡ് ആയിട്ട് z+1 ഡിവൈഡഡ് ബൈ z-2 എഫ് ഓഫ് ഇസഡ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതിന് ഇങ്ങനെ എഴുതും നമ്മൾ. ഇങ്ങനെ എഴുതിയിട്ട് ഈ സാധനത്തിനെ എഫ് ഓഫ് ഇസഡ് ആയിട്ട് എടുക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫോർത്ത് മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. എഫ് ഓഫ് ഇസഡ് ആയിട്ട് ഇത് എടുക്കണം എന്നുള്ളൂ. ഓക്കെ. അതേസമയം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ വരുമ്പോൾ 2 ഡിഫറെൻറ്റ് സിംഗുലർ പോയിന്റ്സ് ഇൻസൈഡ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് വെച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. എ ഡിവൈഡഡ് ബൈ ഈ പറയുന്ന z+1 ബൈ z ഇൻറ്റു z-1 എന്നുള്ള ഇൻ്റഗ്രൻറ്റിനെ 2 ആക്കും നമ്മൾ. ഇങ്ങനത്തെ ഒരു ഫോമിലാക്കി സ്പ്ലിറ്റ് ചെയ്തെഴുതും. ഓക്കെ. ഇത് കുറച്ച് നമുക്ക് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. ഇത് z ഇൻറ്റു z-1 അല്ലേ. മുകളിൽ എന്ത് വരും, a ഇൻറ്റു z-1 പ്ലസ് b ഇൻറ്റു z. അപ്പോൾ യു വിൽ ഗെറ്റ് az മൈനസ് a പ്ലസ് bz ഡിവൈഡഡ് ബൈ z ഇൻറ്റു z-1. എന്നിട്ട് ന്യൂമറേറ്റേഴ്സ് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ മുകളിൽ a പ്ലസ് ബി ഇൻറ്റു z ഉണ്ട് അല്ലേ, മൈനസ് a ഉണ്ട്. താഴെ 2 സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓക്കെ ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഒരു സൈഡിൽ a പ്ലസ് ബി മറ്റേ സൈഡിൽ 1 ആണ്. അപ്പോൾ a പ്ലസ് ബി 1 ആണെന്ന് കിട്ടി. ഇനി കോൺസ്റ്റൻ്റ് ടേമായിട്ട് ഒരു സൈഡിൽ എന്താണ്, a ആണ്, മൈനസ് a ആണ്, ഇപ്പുറത്ത് 1 ആണ്. അപ്പോൾ മൈനസ് a എന്ന് പറയുന്നതിന് പകരം 1 ആണ് കിട്ടി. അതായത് a എന്ന് പറയുന്നത് -1 ആണ്. സോ a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്തായിട്ട്, b ഈസ് ഈക്വൽ ടു 1 മൈനസ് a, അതായത് 1 മൈനസ് -1 അതായത് 2, 1 പ്ലസ് 1 2. അപ്പോൾ a ഈക്വൽ ടു -1ഉം b ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അങ്ങനെ വെച്ചിട്ട് ഈ എയുടെയും ബിയുടെയും വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതും. z+1 ബൈ z ഇൻറ്റു z-1 എന്നുള്ള ഇൻ്റഗ്രൻറ്റിനെ നമ്മൾ എങ്ങനെ എഴുതും, a ബൈ z അല്ലെ, എന്താണ് -1 അല്ലേ,
മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് ബി ബൈ ഇസഡ് മൈനസ് 1. ബി എന്താണ്? 2 ആണ്. ഇങ്ങനെ എഴുതും. എന്നിട്ട് നമ്മൾ ഈ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തെഴുതും. ഓക്കെ, ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെഴുതും. അപ്പോൾ നോക്കുമ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൻ്റ് നോക്കുമ്പോൾ അറിയാം, ഈ ഇൻ്റഗ്രൻ്റിൽ നമ്മൾ ചെയ്യണ എവിടെയാ? ഈ ഒരു സർക്കിളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഈ ആദ്യത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഇസഡ് ഈക്വൽ ടു 0 മാത്രമാണ് ഇവിടുത്തെ സിംഗുലർ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ ഫംഗ്ഷൻ എഫ് ആയിട്ട് എടുക്കുന്നു. ഇത് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്നുള്ള ഫോമിലാണ് ഇസഡ് നോട്ട് 0. അപ്പോൾ അവിടുത്തെ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം അല്ലെങ്കിൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല വെച്ചിട്ട് എന്തെന്ന് എഴുതാം? 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട്. എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വരിക? എഫ് ഓഫ് 0. എഫ് എന്താ വരിക? എഫ് ഇസ് -1. എഫ് ഓഫ് ഇസഡ് ഇസ് -1. അപ്പോൾ എഫ് ഓഫ് ഇസഡ് നോട്ട് ആയാലും എന്തായാലും -1 തന്നെ, കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ അത് ആ വാല്യൂ ഇൻ്റഗ്രൻ്റ് കിട്ടി. അതുപോലെ ഈ ഇൻ്റഗ്രൻ്റ് ഇത് നോക്കുക, ഇതിലും ഒരു പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ് ഉള്ളത്, 1. അപ്പോൾ ഈ 2 എന്നുള്ള കോൺസ്റ്റന്റ് ഫംഗ്ഷൻ നമ്മൾ എഫ് ഓഫ് ഇസഡ് ആയിട്ട് എടുക്കും. അപ്പോഴും എഗെയിൻ ഇതേ കോഷീസ് ഇൻ്റഗ്രൽ തിയറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? എഫ് 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട്. ഇസഡ് നോട്ടിന് വരെ ഇവിടെ 1 ആണ്, എഫിന് വരെ 2 ആണ്, കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് 2 എഴുതും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പ്ലസ് 2πi. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അല്ല, 4πi ആണല്ലേ? 4πi. യു വിൽ ഗെറ്റ് 2πi ആസ് ദി ആൻസർ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഓരോ പ്രോബ്ലം നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്കൊരു പ്രോബ്ലം നോക്കാം. കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, z² + 1/z² - 1. ഇതിനെ പല കർവ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 കർവ്സ് ആണ്, 4ഉം സർക്കിളാണ്, സെൻറ്റർ പലതാണ്, പക്ഷെ റേഡിയസ് 1 എന്നുള്ളതാണ് റേഡിയസ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ സർക്കിൾ എടുത്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ സർക്കിൾ z = 1 സെൻറ്റർ ആയിട്ട് വരുന്ന 1 റേഡിയസ് ഉള്ള സർക്കിൾ. അപ്പോൾ എങ്ങനെയിരിക്കും? z = 1 ഇതെടുക്കാം അല്ലേ? ഇതാണ് z = 1. സെൻറ്റർ ആയിട്ട് വരുന്ന 1 റേഡിയസ് ഉള്ള സർക്കിൾ എന്നിരിക്കണം. ഇതാണ് നമ്മുടെ കർവ് സി. നമുക്ക് വേണ്ടത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുണ്ട്. ഏത് ഫംഗ്ഷനെയാണ്? ജി ഓഫ് ഇസഡ് എന്നുള്ള ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്താണ് ജി ഓഫ് ഇസഡ്? ജി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ z² + 1 / z² - 1. ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് സിംഗുലർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ? z² - 1 = 0 ആവുന്ന പോയിന്റ്സിലാണ് ഇതിന് പ്രശ്നം. കാരണം ന്യൂമറേറ്റർ ഒരു എൻറ്റയർ ഫംഗ്ഷനാണ്. z² + 1 എന്ന് പറയുന്നത് അനലിറ്റിക് എവരിവെയർ. z² - 1 ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്. സോ പ്രോബ്ലം ക്രിയേറ്റിംഗ് പോയിന്റ്സ് വെച്ചാൽ z² = 1 ആവുന്ന പോയിന്റ്സ്, അതായത് z = ±1 വരുമ്പോഴാണ് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ അനാലിറ്റിസിറ്റിക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് എവിടെയാണെന്നും കൂടെ നോക്കാം. ഈ z = 1ഉം z = -1ഉം. z = 1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇതാണ്. ഇത് കർവ് സിൻ്റെ ഇൻറ്റീരിയറിലുള്ള പോയിന്റാണ്. z = -1 എവിടെയാണ്? ഇവിടെയാണ് -1. അത് കർവ് സിൻ്റെ വെളിയിലാണ്. അപ്പം ആ പോയിന്റ് ആക്ച്വലി ഈ കർവിൻ്റെ ഉള്ളിൽ വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രോബ്ലം ക്രിയേറ്റിംഗ് പോയിന്റ് അല്ല. മനസ്സിലായോ? അതായത് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ, അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനാണ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ അങ്ങനെ ഇരുന്നോട്ടെ. ഡിനോമിനേറ്ററിനെ z² - 1 എന്നുള്ളതിനെ 2 സിംഗുലർ പോയിന്റ്സിൻ്റെയും ടേംസിൽ എഴുതുന്നു. ഓക്കെ, ഇതിൽ z + 1 എന്നുള്ള ടേം ആക്ച്വലി പ്രശ്നമില്ല. കാരണം z = -1 എന്നുള്ള പോയിന്റ് ഈ കർവ് സിൻ്റെ വെളിയിലാണ്. സോ ദാറ്റ് 1/z + 1 അല്ലെങ്കിൽ z² + 1/z + 1 എന്ന് പറയുന്നത് z + 1 എന്നുള്ള ഡിനോമിനേറ്റർ വരുന്ന ഒരു ഫംഗ്ഷൻ
ഇൻസൈഡ് ആൻഡ് ഓൺ സി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, അനലിറ്റിക് തന്നെ ആയിരിക്കും. അതേസമയം Z-1 എന്നുള്ള ടേം പ്രശ്നമാണ്, കാരണം Z=1 ഈ കേർവ് സീൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കേർവ് സീൻ്റെ ഉള്ളിലും കേർവ് സിമേലും ഏതെങ്കിലും സിംഗുലർ പോയിന്റ്സ് വന്നാലാണ് പ്രശ്നം. വന്നില്ലെങ്കിലോ? കേർവ് സീൻ്റെ ഉള്ളിലും കേർവ് സിമേലും ഒരു സിംഗുലർ പോയിന്റും ഇല്ല. സിംഗുലർ പോയിന്റ്സ് ഒക്കെ ഈ കേർവ് സീൻ്റെ വെളിയിലാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രൻ്റ് ഇൻസൈഡ് ആൻഡ് ഓൺ സി അനലിറ്റിക് ആണ്. സോ ദാറ്റ് ദ ഇന്റഗ്രൽ വാല്യൂ ഓഫ് ദി ഇന്റഗ്രൽ വിൽ ബി 0 ബൈ കോഷീസ് തിയറം, കോഷി-കൂസെറ്റ് തിയറം. ഇവിടെ പക്ഷേ Z-1 എന്നുള്ളൊരു ടേം ഉണ്ട്. ആ ടേം ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നുണ്ട്. ഈ ഫംഗ്ഷൻ ഇൻസൈഡ് ആൻഡ് ഓൺ സി അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ദർ ഇസ് എ പോയിന്റ് Z=1 at which this function is not analytic. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ നോക്കിക്കേ, Z+1 എന്നുള്ള ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, ഇത്രയും ഫംഗ്ഷനെ ഇത്രയും ടേംസിനെ നമ്മൾ f(z) ആയിട്ട് എടുക്കുക. Z-1 എന്നുള്ള ടേമിനാണ് പ്രശ്നം അല്ലേ? Z+1 എന്നുള്ള ടേമിന് പ്രശ്നമില്ല, കാരണം ആ Z=-1 എന്നുള്ളത് കേർവ് സീൻ്റെ വെളിയിലെ പോയിന്റ് ആണ്. അപ്പോൾ കേർവ് സീൻ്റെ ഉള്ളിലും കേർവ് സിമേലും നോക്കിയാൽ Z-1 ആണ് എന്ത് വരിക? ഡിനോമിനേറ്ററിൽ Z-1 എന്നുള്ള ഫംഗ്ഷനാണ് അനലിറ്റിക് അല്ലാണ്ട് സിംഗുലർ പോയിന്റ് വരിക. കേർവ് സീൻ്റെ വെളിയിലുള്ള സിംഗുലർ പോയിന്റിനെ നമ്മൾ പ്രശ്നമാക്കേണ്ടിയില്ല, അതിന് നമ്മൾ ഫംഗ്ഷൻ f(z)ൽ കൂട്ടുക. അപ്പോൾ ഈ ടേമിനെ ഇത്രയും ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഇത്രയും ടേം f(z) ആയിട്ട് കൂട്ടിയാൽ ഈ ഇൻ്റഗ്രൻ്റ് f(z) ഡിവൈഡഡ് ബൈ Z-Z0 എന്നുള്ള ടേം ഫോമിലാണ്, വേർ Z0 is inside the curve C. ഓക്കെ, അപ്പോൾ എനിക്കിതിനെ എന്തെന്ന് എഴുതാമെന്ന് ഞാൻ പറഞ്ഞത്, ഈ ഫംഗ്ഷനെ എനിക്ക് ഇൻ്റഗ്രൽ ഓവർ C f(z) ഡിവൈഡഡ് ബൈ Z-Z0 dz എന്ന് എഴുതാം. വേർ what is f(z)? f(z) is z² plus 1 divided by z plus 1, and Z0 is 1, so that Z0 is inside the curve C, lies inside the curve C അല്ലേ? Z0 equal to 1 എന്ന് പറയുന്നത് curve C ൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ബൈ കോഷി-കൂസെറ്റ് തിയറം അല്ല, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, ഇതെന്താണ്? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi into f(z0) ആണ്. ഇവിടെ എന്താണ് f(z)? അപ്പോൾ f(z0) എന്താണ്? f(1), അതായത് 1² plus 1 by 1 plus 1, അതായത് 1 plus 1 by 1 plus 1, അതായത് 2/2, that is 1. f(z0) പകരം നമുക്ക് എന്തെന്ന് എഴുതാം? 2πi into 1, that is 2πi. This is your answer. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് കേർവിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അപ്പോൾ എന്താണെന്ന് ആൻസർ കിട്ടും? 2πi എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത കേർവ് നമുക്ക് നോക്കാം. നമുക്കിനി അടുത്ത കേർവിൽ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ കേർവ് എന്താണ്? Z=½ ആണ് അതിൻ്റെ സെൻറ്റർ. ഇത് 1 ആണെങ്കിൽ ½ ആണ് സെൻറ്റർ, 1 റേഡിയസ് ഉള്ള സെൻറ്റർ. അപ്പോൾ ഇവിടെ വരെ വരും അല്ലേ? ഇവിടെ ഒരു -1/2 വരെ വരും. അപ്പോൾ ഞാൻ ഏകദേശം വരക്കാണ്. ഇതുപോലെ ഇരിക്കും. ഇതാണ് സെൻറ്റർ. ഇങ്ങനെയാണ് ആ സർക്കിൾ വരും. ഓക്കെ, ഇനി നമ്മുടെ ഫംഗ്ഷൻ നോക്കാം. നമുക്ക് എന്താ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ ഓവർ C g(z) dz ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇൻ്റഗ്രൽ ഓവർ C z² plus 1 divided by z² minus 1 dz ആണ് ചെയ്യേണ്ടത്. അതായത് ഇൻ്റഗ്രൽ ഓവർ C z² plus 1 divided by z plus 1 into z minus 1. അപ്പോൾ സിംഗുലർ പോയിന്റ്സ് ഏതൊക്കെയാണ്? z=1 ഉം z=-1. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പോലെ വേണമെങ്കിൽ എഴുതി വെക്കാം. ഇനി ഈ പോയിന്റ്സ് എവിടെയാണെന്ന് നോക്കുക. z=1 എവിടെയാണ്? കേർവ് C ഇതാണെങ്കിൽ കേർവ് സിൻ്റെ ഉള്ളിലാണ് z=1. z=-1 എവിടെയാണ്? z=-1 കേർവ് സിൻ്റെ
വെളിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ ഇത്തിരി മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേപോലെ തന്നെയാണ്. ഇവിടുത്തെ പ്രോബ്ലം ക്രിയേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു 1 ആണ്. ഇസഡ് ഈക്വൽ ടു -1നെ കൊണ്ട് യാതൊരു പ്രശ്നമില്ല. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് integral over c z square plus 1 divided by z plus 1, okay, all divided by z minus 1 dz. Then this numerator is analytic throughout the region bounded by the curve c, or the numerator is analytic inside and on the curve c, and z naught, z equal to 1 is a point inside this curve c. So you can take this as integral over c f of z divided by z minus z naught dz, where f of z is z square plus 1 divided by z plus 1 and z naught is 1. Okay, then you will get this is equal to 2 pi I into f of z naught by Cauchy's integral formula. Now, what is f of z naught? F of z naught is f of 1. What is f of 1? That is again 1 square plus 1 by 1 plus 1. 2 by 2, you will get 1. That is equal to 2 pi I into 1, which is again 2 pi I. Same value തന്നെയാണ് z equal to ഹാഫ് സെൻറ്റർ ആയിട്ട് വരുന്ന 1 റേഡിയസ് ഉള്ള സർക്കിളിലും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2 pi I തന്നെയാണ്. എളുപ്പമല്ലേ ചെയ്യാൻ? ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് മൂന്നാമത്തെ കർവിലൊന്ന് ചെയ്യാം. മൂന്നാമത്തെ കർവ് എന്ന് പറഞ്ഞാൽ z equal to -1 ആണ് അതിൻ്റെ സെൻറ്റർ, 1 റേഡിയസ് ഉള്ള സർക്കിൾ. ഓക്കെ, ഏകദേശം 1 റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ, ഇവിടെ വരും, ഇങ്ങനെയാണ് വരിക. ഇത് -2 ആയിരിക്കും, ഇത് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇൻ്റഗ്രൽ ഓവർ c g of z dz, what is it? Integral over c z square plus 1 divided by z square minus 1 dz, that is integral over c z square plus 1 divided by z minus 1 into z plus 1 dz. Problem creating points z singular points വെച്ച് നമ്മളിവിടെ ആദ്യം തന്നെ എഴുതിയായിരുന്നു. സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് z equal to 1 z equal to -1 ആണ്. z equal to 1 എന്നുള്ളത് ഇവിടെയാണ്, കർവ് സീൻ്റെ വെളിയിലാണ്. z equal to -1 ആണ് ഇവിടെ കർവ് സീൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതും? ഈ ഫംഗ്ഷനെ f of z ഡിവൈഡഡ് ബൈ ഉള്ളിലുള്ള പോയിന്റ് ഏതാണെന്നാണ് z നോട്ട് എടുക്കേണ്ടത്. ഉള്ളിലുള്ള പോയിന്റ് ഏതാണ്? -1 ആണ്. അപ്പോൾ z -1 z plus 1 ഇങ്ങനെ എഴുതണം. ഓക്കെ, അതായത് ഉള്ളിലുള്ള പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ ആ പോയിന്റ് ആണ് നമ്മൾ ഈ z നോട്ടായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? വേർ f of z is, what is z naught? Z naught is the point, singular point inside C, which is z naught is -1, and ബാക്കിയുള്ള f of z അപ്പോൾ എന്താണ്? -1 z minus z naught അപ്പോൾ എന്താണ്? z minus -1 z plus 1 ആണ് z minus z naught. ബാക്കിയുള്ള ടേംസിനെ മൊത്തമായിട്ട് വേണം f of z ആയിട്ട് എടുക്കാൻ. ഓക്കെ, അപ്പോൾ എന്താണ് f of z? z square plus 1 by z minus 1. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു 2 pi I into f of z naught by Cauchy's integral formula. What is f of z naught? F of z naught is f of -1. What is it? -1 square plus 1 divided by -1. You will get 1 plus 1 divided by -1. That is, you will get 2 divided by 1 square plus 1. 2 divided by -2. You will get -1. So this answer is 2 pi I into -1. That is -2 pi I. ഇതിൻ്റെ ആൻസർ എന്താണ്? -2 pi I ആണ് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വരിക. എളുപ്പമല്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഇൻ്റഗ്രേറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എഫ് എന്താണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോണേ
ഇസെഡ് നോട്ട് എന്താണ് ചൂസ് ചെയ്യാൻ പോണേ എന്നനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്റഗ്രന്റ് തന്നെ ഇവിടെ ജി എന്ന് കൊടുത്തിട്ടില്ലേ, ജി എന്ന് ഉള്ളതിന് പകരം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായിരിക്കും എഫ് എന്ന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലത്തിലുള്ള ഇന്റഗ്രന്റിനെ നിങ്ങൾ ജി എന്ന് വിളിച്ചോ, എഫ് എന്നാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ജി എന്ന് വിളിച്ചോ, എന്നിട്ട് നിങ്ങൾ എഫ് ഈ ഫോർമുലയിലുള്ള പോലെ ഡിഫൈൻ ചെയ്താലും മതി. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും നൊട്ടേഷനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ജി എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രന്റ് ആണ്. ആ ഇന്റഗ്രന്റിനെ മൊത്തമായിട്ടല്ല നമ്മൾ എഫ് ആയിട്ട് എടുക്കുന്നത്. കർവ് സീന്റെ ഉള്ളിലുള്ള സിംഗുലർ പോയിന്റിനെ ഇസെഡ് നോട്ട് എന്ന് എടുത്തിട്ട് ഇസെഡ് മൈനസ് സെഡ് നോട്ട് ഡിനോമിനേറ്റർ ആക്കിയിട്ട് ബാക്കിയുള്ള ആ ഇന്റഗ്രന്റിന്റെ ടേംസിനെ മൊത്തം ന്യൂമറേറ്റർ ആക്കി ആ ന്യൂമറേറ്ററിനെയാണ് നമ്മൾ എഫ് എന്ന് വിളിക്കുന്നത്. എന്നിട്ടാണ് ആ ഫോർമുലയിൽ, അവിടുത്തെ ഫോർമുലയിൽ എഫ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇത് തറവായിട്ട് അറിയാമെങ്കിൽ മാത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഫംഗ്ഷന്റെ വാല്യൂ ഇവാലുവേറ്റഡ് ആയിട്ട് ഇസെഡ് നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടും. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. വീണ്ടും ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് ഇസെഡ് ഈക്വൽ ടു ഐ സെന്റർ ആയിട്ട് വരുന്ന 1 റേഡിയസ് ഉള്ള സർക്കിളിലോ നോക്കാം. ഇസെഡ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്, 0 1 എന്നുള്ള പോയിന്റിനെയാണ് ഐ അല്ലെങ്കിൽ 0 + 1 ഐ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 0 1 എന്നുള്ള പോയിന്റ് ഇവിടെ വരും. ഇതാണ് നമ്മുടെ സെന്റർ. 1 റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ ഏകദേശം 0യിൽ കൂടെ പോവും, പിന്നെ 2iയിൽ കൂടെ, അതായത് ഇവിടെ കൂടെ പോകും, 0 2 എന്നുള്ള പോയിന്റ് കൂടെ പോകും. ഏകദേശം ഇങ്ങനെ ഇരിക്കും ആ സർക്കിൾ. ഈ സർക്കിളിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ജി സെഡിനെയാണ്. ജി സെഡ് എന്ന് പറയുന്നത് z² + 1 ഡിവൈഡഡ് ബൈ z² - 1 ആണ്. അതിന്റെ സിംഗുലർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സിംഗുലർ പോയിന്റ് ഉണ്ട്, കാരണം ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ സിംഗുലർ പോയിന്റ്സ് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്, z ഈക്വൽ ടു 1 ഉം z ഈക്വൽ ടു -1 ആണ്. z ഈക്വൽ ടു 1 ആൻഡ് z ഈക്വൽ ടു -1. ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നത് നോക്കാം. z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ്, അത് കർവ് സീന്റെ പുറത്താണ്. z ഈക്വൽ ടു -1 ഉം ഇവിടെയാണ്, അതും കർവ് സീന്റെ പുറത്താണ്. അപ്പൊ ഈ കർവ് സീന്റെ ഉള്ളിലും അതിന്മേലും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണല്ലോ. അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് 2 പോയിന്റ്സേ ഉള്ളൂ, z ഈക്വൽ ടു 1 z ഈക്വൽ ടു -1. അത് കർവ്സിന്റെ വെളിയിലാണ്. അപ്പോ നിങ്ങളുടെ ഈ ഇന്റഗ്രന്റ് ജി സെഡ് ഇസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി, ഇൻസൈഡ് ആൻഡ് ഓൺ സി, ശരിയല്ലേ? കർവ് സിന്റെ ഉള്ളിലും കർവ് സിമേലും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, ഇഫ് എ ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ സി, then its integral over c is 0, അല്ലേ? So this integral is 0 by Cauchy-Coushatt theorem. അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും by Cauchy-Coushatt theorem, since the integrand is analytic throughout the curve C, throughout the region bounded by the curve C, അല്ലെങ്കിൽ inside and on C. ഓക്കെ, അതിന്റെ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും. മനസ്സിലായോ? ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിലെ മെത്തേഡ് 3, 4, 5 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കോഷി-കോഷാറ്റ് തിയറം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയായിരുന്നു. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ ഇൻ്റഗ്രൽ dz by z minus i കണ്ടുപിടിക്കേണ്ടത്. സി ഈസ് എ സർക്കിൾ, മോഡ് z ഈക്വൽ ടു 2. മോഡ് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് ഒരു സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് circle centered at z0 with radius r is denoted as modulus of z minus z0 equal to 1. This is the equation of circle, complex equation of circle centered at z0 with radius r. So this is a circle centered at origin with radius 2. So it's such a circle with radius 2. So this is a point 2, 0. So consider this integral over c dz by z minus i. So ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് ഏതൊക്കെയാണ്? ഒരേ ഒരു സിംഗുലർ പോയിന്റ് ആണുള്ളത്. സിംഗുലർ പോയിന്റ് ഇസ്
z minus I equal to 0 or z equal to I. z equal to I എന്നുള്ള പോയിന്റ് എവിടെയാണ്? ഇത് 1 0, ഇത് 2 0, ഇതാണ് 0 1. 0 1 ഞാൻ നമ്മൾ I എന്ന് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? ഇത് 2I. Okay, so this is y axis, this is x axis. So I is a point inside the circle C. So this is equal to, so this integrand has one point inside this curve C at which this is not analytic. So you can write this is of the form integral over C f of z divided by z minus z naught dz, where f of z is the integrand, the numerator 1, and z naught is the singular point I. So this is equal to, by Cauchy's integral formula, this is equal to 2 pi I into f of z naught. So this is equal to 2 pi I into f of I. What is f of z? F of z is equal to 1 for every z. So that's a constant function 1. So this is equal to 2 pi I into 1. That is 2 pi I. Okay. എളുപ്പമാണല്ലോ. Dear students, നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഇന്റഗ്രൽ ഓവർ സി സൈൻ ഇസെഡ് ബൈ ഇസെഡ് പ്ലസ് 3i dz. അപ്പോൾ ഇന്റഗ്രൻറ്റിലേക്ക് നോക്കി, ഇതൊരു അനലിറ്റിക് ഫംഗ്ഷൻ അല്ല. താഴെ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ഒരു പ്രോബ്ലം ക്രിയേറ്റിംഗ് പോയിന്റ് ആണ്. അതേസമയം ന്യൂമറേറ്ററിലുള്ള സൈൻ ഇസെഡ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്, എവരിവെയർ അനലിറ്റിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഇന്റഗ്രൻറ്റിന് സിമിലർ പോയിന്റ് ഉണ്ട് അല്ലേ? സിമിലർ പോയിന്റ് ഏതാണ്? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്, അതായത് z പ്ലസ് 3i 0 ആവുന്ന പോയിന്റ് ആണ്, അതായത് z ഈക്വൽ ടു -3i. ഇനി ഇത് എവിടെ വരും നോക്കണം അല്ലേ? നമ്മുടെ ഈ കർവ് സീൻ്റെ ഉള്ളിലാണോ പുറത്താണോ ഈ പോയിന്റ് വരാൻ നോക്കണം. കർവ് സീനേക്ക് നോക്കിയാൽ എന്ത് സാധനം? ദിസ് ഇസ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. യൂഷ്വലി സെൻറ്റർ ഇസെഡ് നോട്ടും റേഡിയസ് ആറും ഉള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ ഇതാണ്. മോഡുലസ് ഇസെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ. അതിൽ ഇവിടെ എന്താണ് അപ്പോൾ ഇസെഡ് നോട്ടായിട്ട് വന്നിരിക്കണേ? ആ നെഗറ്റീവ് ഒന്ന് പുറത്തേക്ക് എടുത്താൽ 2 - 3i ആണ് ഇവിടുത്തെ സെൻറ്റർ, റേഡിയസ് 1 ആണ്. സെൻറ്റർ ആ പോയിന്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ 2 -3, റേഡിയസ് 1. നമുക്കൊന്ന് വരച്ചു നോക്കാം. 2 -3 അല്ലേ? ഏകദേശം ഇതാണ് 1 റേഡിയസ് ഉള്ള 2 -3 എന്നുള്ള പോയിന്റ് ഇതാണ്. 1 റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെ ഇരിക്കും? ഏതാണ് നമ്മുടെ സിംഗുലർ പോയിന്റ്? -3i. -3i എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ഇതാണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. അപ്പോൾ ഇത് ഈ സർക്കിളിന്റെ പുറത്തല്ലേ? എങ്ങനെയാണ് ഞാൻ ഈ സർക്കിൾ വരച്ചത്? -2 -3 എന്നുള്ള സെന്ററുള്ള 1 റേഡിയസ് ഉള്ള സർക്കിൾ. ഈ ലെങ്ത് എന്താണ്? ഈ ലെങ്ത് 2 ആണ്. ഇത് 1, ഇത് 2 അല്ലേ? അപ്പോൾ ഇവിടെ വരില്ലേ 1 റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ? അങ്ങനെ ഞാൻ വരച്ചേ. ഓക്കെ, അപ്പോൾ ഈ -3i എന്നുള്ള പോയിന്റ് സർക്കിളിന്റെ വെളിയിലാണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണല്ലേ? ഇന്റഗ്രന്റ് അനലിറ്റിക് അല്ലാത്ത പോയിന്റ് സർക്കിളിന്റെ വെളിയിലാണ്. സോ ദിസ് ഫംഗ്ഷൻ f of z equal to sin z divided by z plus 3i സർക്കിൾ സിന്റെ ഉള്ളിലും സിമേലും അനലിറ്റിക് ആണ്. ഇസ് അനലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ സി. അനലിറ്റിക് അല്ലാത്ത പോയിന്റ് സിന്റെ വെളിയിലാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ മെത്തേഡ്? അനലിറ്റിക് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ, ഒരു ക്ലോസ്ഡ് കർവിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് പറ്റുക? ബൈ കോഷി-ഗോസാറ്റ് തിയറം അല്ലെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ തിയറം എന്ന് പറയാം.
Cauchy-Grosset theorem, you can say that integral over C or closed contour integrate the 0 കിട്ടും. So your function integral here, integral over C sin z divided by z plus 3i dz is equal to 0 by Cauchy's theorem. Okay, മനസ്സിലായോ? എളുപ്പമല്ലേ? വേറൊരു പ്രോബ്ലം നോക്കാം. dz by z cube plus 1 where C is again a circle centered at -1 0. Z naught is here. Circle is centered at -1 0 and with radius 1. So that's a circle centered at -1 0 and radius 1, like this. Now what about this singular points? Here singular points are z cube is equal to -1. That singular points are the cube roots of -1. Cube roots of -1. What are the cube roots of -1? You can write -1 as e raised to I pi. So it is e raised to I pi plus 2k pi for any integral value of k. Then what is z? Z is the cube root of -1. They are exactly e raised to I pi by 3 plus 2k pi by 3 for k equal to 0, 1, 2. When you put k is equal to 0, you will get e raised to I pi by 3, which is cos pi by 3 plus I sin pi by 3. Cos pi by 3 is cos 60, that is sin 30. Sin 30 is 1 by 2 plus I root 3 by 2. That is 1 plus I root 3 divided by 2. And when k is equal to 1, you will get e raised to I pi by 3 plus 2 pi by 3, that is 3 pi by 3, that is e raised to I pi, which is -1. Cos pi plus I sin pi, which is -1. When k is equal to 2, you will get e raised to e raised to I pi by 3 plus 4 pi by 3, or you need not calculate it. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഒരു കോംപ്ലെക്സ് റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏതൊരു പോളിനോമിയൽ ഇക്വേഷനും കോംപ്ലെക്സ് റൂട്ട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ് നിങ്ങൾക്ക് അറിയാം അല്ലേ? അതെന്തായിരിക്കും? ഇതിന്റെ കോൺജുഗേറ്റ് പെയർ ആയിരിക്കും. ഇനി ഒരു റൂട്ടും കൂടെ അല്ലേ ഉള്ളൂ കണ്ടുപിടിക്കാൻ, അത് ഇതായിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 1 minus I root 3 divided by 2. So these are the roots. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, z cube equal to -1. അതായത് -1ന്റെ ക്യൂബ് റൂട്ട്സ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ ഓർക്കണ്ടോ? r എന്നുള്ള ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ nth റൂട്ട് എന്ന് പറയുന്നത് ഒരു സർക്കിളിലെ പോയിന്റ്സ് ആയിരിക്കും. z 0 ആയിട്ട്, സെന്റർ ഒറിജിൻ ആയിട്ട് പോസിറ്റീവ് റിയൽ nth റൂട്ട് ഓഫ് r റേഡിയസ് വരുന്ന സർക്കിളിലെ പോയിന്റ്സ് ആയിരിക്കും എല്ലാ nth റൂട്ട്സ് ഓഫ് r എന്ന് നിങ്ങൾ അറിയാമെങ്കിൽ -1ന്റെ 3 ക്യൂബ് റൂട്ട്സും ഒറിജിൻ സെന്റർ ആയിട്ടുള്ള 1 റേഡിയസ് അല്ല, മോഡുലസ് ഓഫ് ദിസ് -1 ക്യൂബ് റൂട്ട് ഓഫ് -1ന്റെ റിയൽ പോസിറ്റീവ് റിയൽ റൂട്ട്, ദാറ്റ് ഇസ് 1. അപ്പോൾ 1 റേഡിയസ് ഉള്ള സർക്കിളിലെ 3 പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ ആ പോയിന്റ്സ് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. 1 റേഡിയസ് ഉള്ള തന്നെ 1 റേഡിയസ് തന്നെയാണ് 1 റേഡിയസ് ഉള്ള തന്നെ ഒരു സർക്കിളിലെ ഒരേപോലെ ഇരിക്കണമല്ലോ. 1 റേഡിയസ് ഉള്ള സർക്കിളിലെ 3 പോയിന്റ്സ് ആയിരിക്കും. ഒന്ന് ഇത്,
ഒന്ന് ഇത് രണ്ടാമത്തെ പോയിന്റ്. ഇത് അപ്പൊ ഇതില് ഈ രണ്ടാമത്തെ പോയിന്റ് മാത്രമാണ് നമ്മുടെ കേർവ് സീന്റെ ഉള്ളിൽ വരുന്ന പോയിന്റ്. ബാക്കി രണ്ടും കേർവ് സീന്റെ വെളിയിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾക്ക് പ്രശ്നം വരുള്ളൂ. ബാക്കിയുള്ള പോയിന്റ്സ് അതിന്റെ വെളിയിലാണ് കേട്ടോ. അപ്പൊ ഇതിന് നിങ്ങൾ എങ്ങനെ എഴുതണം? നമ്മുടെ ഇന്റഗ്രന്റ് എന്താണ്? 1/z³ + 1 dz എന്നുള്ളതിനെ നമ്മൾ ഇന്റഗ്രൽ ഓവർ സി z+1 ഇൻറ്റു ശരിക്കും ഇതിനെ z മൈനസ്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്താലോ. z+1 ഇൻറ്റു z² മൈനസ് അല്ലെ a² മൈനസ് ab പ്ലസ് അല്ലേ a². ഇങ്ങനെ എഴുതാം. ഇതില് z+1 ആണ് ഈ നമ്മുടെ സിംഗുലർ പോയിന്റ്. z =-1 എന്നുള്ള സിംഗുലർ പോയിന്റ് ആണ് നമ്മുടെ കേർവിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമ്മൾ അതിനെ എന്തെന്ന് എഴുതണം? ഇതിനെ ഇങ്ങനെ ആക്കി എഴുതണ്ടേ? നമ്മുടെ ഫോർമുല എന്താണ്? ഒരു സിംഗുലർ പോയിന്റ് ആണ് നമ്മളുടെ കേർവിന്റെ ഉള്ളിൽ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ ആക്ച്വലി ഇങ്ങനെ എഴുതണം: f(z) ഡിവൈഡഡ് ബൈ z മൈനസ് z0 dz എന്നുള്ള ഫോർമുല എഴുതണം. where z0 is the singular point. Here z0 is -1. So z minus z0 എന്നുള്ളതിന് പകരം you have to write z+1. You take all the other terms as part of f of z. So you can write this as integral over c 1/z² minus z+1 in the numerator and z+1 in the denominator, which is taken as z minus z0. So here take f of z as f of z is 1/z³ minus z+1, whose singular points are lying outside the curve C, so that this function is analytic inside and on C. So that by Cauchy's integral formula, the value is 2πi into f of z0. That is 2πi into f of -1. This is f of z. So f of -1 is 2πi into 1 divided by -1 square minus -1 plus 1. That is equal to 2πi into 1 divided by -1 square minus -1 plus 1 plus 1. So you get 2πi divided by 3 as the answer. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So this is the answer.